ഹലോ എൻ്റെ കൂട്ടുകാരെ, ഞാൻ ഇന്ന് മുട്ട റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വൈബൊക്കെ വേണ്ടേ? അതിന് വേണ്ടി ദേ ചേട്ടൻ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ചേട്ടനുള്ളപ്പോൾ നല്ല വൈബൊക്കെയാണ് കേട്ടോ. തമാശകളും വിശേഷങ്ങളും പിന്നെ തല്ലുപിടുത്തവും എല്ലാം ഒരുമിച്ച് നടന്നോളും. പിന്നെ ദേ ആദ്യം തന്നെ ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചു. ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട്, കടുക് പൊട്ടി വരുമ്പോൾ പിന്നെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളി വേണമെങ്കിൽ ഇടാം കേട്ടോ, ഞാൻ ഇട്ടിട്ടില്ല. അതൊക്കെ ഇട്ട് സവാളയും കൂടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് ബ്രൗണിഷ് കളർ ആവണ വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഇത് ചേട്ടൻ മുട്ടയുടെ തോടൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ സവാള സെറ്റായിട്ടില്ല. ഞാൻ വിചാരിച്ചു മറ്റേ അടുപ്പിൽ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ പാൻ ചൂടാക്കാനായിട്ട് വെച്ചു. പാൻ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായി വരുമ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഉപ്പും കൂടിയിട്ട് നല്ലോണം ഒന്ന് പച്ചമണം മാറണ വരെ ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ മുട്ട അതിലോട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ദേ ആ ടൈമിൽ നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, ചിക്കൻ മസാല ഒക്കെ ഇട്ട് നല്ലോണം ഒന്ന് പച്ചമണം മാറണ വരെ ഇളക്കി കൊടുക്കുക. ക്യാമറ ശരിയാക്കാനാണ് പറഞ്ഞത്, എന്നെയും കൂടി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ തക്കാളി ഇട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നോക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ വെള്ളവും കൂടി ഇട്ട് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ ടൈം അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ താരം മുട്ട അതും കൂടി അതിലോട്ടിട്ട് ഒരു 20 മിനിറ്റ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കളർ അടിപൊളി കളറായിരുന്നു കേട്ടോ. അടിപൊളി കളറ് മാത്രമല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഓക്കെ, ബൈ.